ഗുഡ് മോർണിംഗ് ഓൾ. നമ്മുടെ അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് ഫൈനൽ ക്ലാസ്, ഫൈനൽ വേരിയബിൾസ് ആൻഡ് ഫൈനൽ മെത്തേഡ്സും അബ്സ്ട്രാക്ട് ക്ലാസ്സസ് ആൻഡ് അബ്സ്ട്രാക്ട് മെത്തേഡ്സ്. ഇതാണ് നമ്മുടെ അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത്. അതിൽ ഫസ്റ്റ് നമുക്ക് ഫൈനൽ കീവേഡ് യൂസ് ചെയ്തിട്ട് ഫൈനൽ വേരിയബിൾസ് എങ്ങനെയാണെന്ന് നോക്കാം. ഫൈനൽ കീവേഡ് അപ്ലൈ വേരിയബിൾസിനും മെത്തേഡ്സിനൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ ചില പ്രോപ്പർ മീനിങ് വരുന്നുണ്ട്. മറ്റുള്ളതിൽ നിന്ന് കുറച്ച് ഡിഫറെൻ്റ് ആയിരിക്കും ഈ ഫൈനൽ കീവേഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ ഫൈനൽ കീവേഡ് യൂസ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് മാറ്റം വരുന്നത് നോക്കാം. ആദ്യം ഫൈനൽ വേരിയബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പ്രോഗ്രാമിൽ ഒരു വേരിയബിൾ നമ്മൾ ഏകദേശം സ്റ്റാറ്റിക് അല്ലെങ്കിൽ കോൺസ്റ്റൻറ്റ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചതിന് ഏകദേശം സിമിലറാണ്. നമ്മൾ ഫൈനൽ കീവേഡ് ഒരു വേരിയബിളിൻ്റെ മുന്നിൽ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ആ വാല്യൂ സപ്പോസ് നമ്മൾ ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ കമ്പൈൽ ടൈമിൽ എറർ കാണിക്കും. ഓക്കെ, ആ വാല്യൂവിൽ നമ്മൾ എന്തെങ്കിലും മാറ്റം വരുത്തുകയാണെങ്കിൽ അതിനെ കമ്പൈൽ ടൈമിൽ നമുക്ക് എറർ കാണിക്കും. അതായത് ആ വാല്യൂ നമുക്ക് ഒരിക്കലും ചേഞ്ച് ചെയ്യാൻ സാധിക്കില്ല. ദ വാല്യൂ കനോട്ട് ബി മോഡിഫൈഡ്. അതിനെയാണ് ഫൈനൽ വേരിയബിൾ എന്ന് പറയുന്നത്. അതിൻ്റെ സിൻടാക്സ് എന്ന് പറയുന്നത് ഫൈനൽ ഡാറ്റ ടൈപ്പ് വേരിയബിൾ നെയിം ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ് വാല്യൂ. അതായത് ഫൈനൽ ഇൻറ്റ് എക്സ് ഈസ് ഈക്വൽ ടു 10. ഫൈനൽ ഇൻറ്റ് എക്സ് ഈസ് ഈക്വൽ ടു 10 എന്ന് കൊടുത്താൽ സപ്പോസ് നമ്മൾ വേറെ വാല്യൂ അതിന് അസൈൻ ചെയ്യാൻ ശ്രമിച്ചാൽ കൂടെ നമുക്ക് എന്ത് വരും? എറർ വരും. ഓക്കെ, ആ 10 എന്നുള്ള വാല്യൂ നമുക്ക് ആ കംപ്ലീറ്റ് പ്രോഗ്രാമിനകത്ത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഇതാണ് ഫൈനൽ. അതിൻ്റെ ഡെഫിനേഷൻ എന്ന് പറയുന്നത് ഫൈനൽ ദ വാല്യൂ ഓഫ് എ വേരിയബിൾ ദാറ്റ് ക്യാൻ ബി പ്രിവെൻറ്റഡ് ഫ്രം ബീയിങ് മോഡിഫൈഡ് ബൈ ഡിക്ലെയറിങ് എ വേരിയബിൾ ആസ് ഫൈനൽ. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു പ്രോഗ്രാം ഇവിടെ തന്നിട്ടുണ്ട്. ഇവിടെ ഫൈനൽ എന്ന് പറഞ്ഞിട്ട് അവർ 3000 എന്ന് പറഞ്ഞിട്ട് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. 30,000 എന്ന് പറഞ്ഞിട്ട് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം അവർ ഒബ്ജക്റ്റ് ഉപയോഗിച്ചിട്ട് ആ പർട്ടിക്കുലർ ഇതിലേക്ക് 3000 + 2000 എന്നുള്ളൊരു വാല്യൂ പാസ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ നമുക്ക് കമ്പൈൽ ടൈമിൽ എറർ കാണിക്കും. ഓക്കെ, ഇതാണ് ഫൈനൽ വേരിയബിൾ എന്ന് പറയുന്നത്. ഓക്കെ, അതേപോലെ ഫൈനൽ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇതേപോലെ തന്നെ നമുക്ക് ഫൈനൽ എന്നുള്ള മുന്നിലൊരു കീവേഡ് കൊടുക്കാം. ഈ മെത്തേഡ് എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചെങ്കിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇൻഹെറിറ്റൻസിൻ്റെ കോൺസെപ്റ്റിൽ ഓവർ റൈഡിങ് എന്നൊരു കോൺസെപ്റ്റ് നമ്മൾ പറഞ്ഞു. ബേസ് ക്ലാസ്സിനകത്തുള്ള സെയിം മെത്തേഡ് വിത്ത് സെയിം നെയിം, സെയിം ആട്രിബ്യൂട്ട്, സെയിം റിട്ടേൺ ടൈപ്പ്, ഇത്രയും സെയിം ആയിട്ട് ബേസ് ക്ലാസ്സിലുള്ള ആ മെത്തേഡിനെ ഡിറൈവ്ഡ് ക്ലാസ്സിൽ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി ഇൻഹെറിറ്റൻസിൽ ഡിറൈവ്ഡ് ക്ലാസ്സിന് മാത്രമേ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുള്ളൂ. അപ്പോൾ ആ ഒബ്ജക്റ്റ് വെച്ച് കോൾ ചെയ്യുന്ന സമയത്ത് ബേസ് ക്ലാസ്സിനെ നമുക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കില്ല, ഡമ്മി ആയിരിക്കും. കാരണം ഓവർ റൈഡിങ് വരികയാണ്, ഒന്നിൻ്റെ മുകളിൽ കൂടെ ഒന്ന് കവർ ചെയ്ത് വരുന്നുണ്ട്, സെയിം ആൾ വരുന്നുണ്ട്. ആർക്ക് കൺഫ്യൂഷൻ വരും? കമ്പൈലറിന് കൺഫ്യൂഷൻ വരും. അപ്പോൾ കമ്പൈലർ എന്ത് ചെയ്യും? ആരാണോ ഒബ്ജക്റ്റ് ഉപയോഗിച്ചിട്ട് കോൾ ചെയ്യുന്നത് അയാളെ മാത്രമേ ആക്സസ് ചെയ്യുള്ളൂ, മറ്റേ ആളെ വിട്ടുകളയും. രണ്ടെണ്ണം വരുമ്പോൾ അവർക്ക് കൺഫ്യൂഷൻ വരുമ്പോൾ അവർ ഓട്ടോമാറ്റിക്കലി ചെയ്യുക അങ്ങനെയാണ്. കമ്പൈലർ ഓട്ടോമാറ്റിക്കലി ചെയ്യുക അങ്ങനെയാണ്. ഏതിൻ്റെ ഒബ്ജക്റ്റ് വെച്ചിട്ടാണോ കോൾ ചെയ്യുന്നത് ആ ഒബ്ജക്റ്റ് ഏത് ക്ലാസ്സിലാണോ ഉള്ളത് ആ ക്ലാസ്സിനകത്തുള്ള വരുന്ന മെത്തേഡ് ഏതാണോ അതിനെ മാത്രം ആക്സസ് ചെയ്യും, ഒരേ നെയിമിൽ വരികയാണെങ്കിൽ. ഇതിനാണ് നമ്മൾ ഓവർ റൈഡിങ് എന്ന് പറഞ്ഞത്. ഇങ്ങനെ ഈ ഓവർ റൈഡിങ് വരുന്ന സമയത്ത് ടു ഓവർകം നമുക്ക് ചിലപ്പോൾ ആ മെത്തേഡിലൊന്നും കൂടെ നമുക്ക് ഡിസ്പ്ലേ ചെയ്യേണ്ടി വരും. ഓക്കെ, അങ്ങനെ ഒരു ഓവർ റൈഡിങ് പ്രശ്നം വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കീവേഡാണ് ഫൈനൽ. നമ്മൾ ആ മെത്തേഡിൻ്റെ മുന്നിൽ നമ്മൾ ഫൈനൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു ഓവർ റൈഡിങ് പ്രശ്നം വരുന്നില്ല. ഓട്ടോമാറ്റിക്കലി നമുക്ക് ഔട്ട്പുട്ട് പ്രോപ്പറായിട്ട് കിട്ടും. ഓക്കെ, അതിനാണ് ഓവർ റൈഡിങ് ഫൈനൽ എന്നുള്ള കീവേഡ് യൂസ് ചെയ്യുന്നത്. ഫൈനൽ എന്ന കീവേഡ് നമ്മുടെ ആ മെത്തേഡിൻ്റെ മുന്നിൽ നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ പർട്ടിക്കുലർ മെത്തേഡ് നമ്മൾ സബ് ക്ലാസ്സിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ പോലും there is no problem, there is no overriding problem occurred. Okay, അപ്പോൾ ഓവർ റൈഡിങ് പ്രോബ്ലം വരില്ല. നമുക്ക് സേഫായിട്ട് നമ്മുടെ ഇതിനെ മെത്തേഡിനെ യൂസ് ചെയ്യാം. ഇതാണ് എന്ത് പറയുന്നത്? ഫൈനൽ മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഫൈനൽ ക്ലാസ് എന്ന് പറയുന്നത് സപ്പോസ് നമുക്കൊരു ക്ലാസ്, ഇഫ് എനി ക്ലാസ് വി ഡോണ്ട് വാണ്ട് ടു ഇൻഹെറിറ്റ്
ടു അതർ ക്ലാസ്സസ്, മറ്റ് ക്ലാസ്സസ് ഇതിനെ ഇൻഹെറിറ്റ് ചെയ്യണ്ട എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഫൈനൽ എന്ന കീവേഡ് കൊടുക്കും. ഓക്കെ, നമ്മളിപ്പോൾ ഒന്ന് ബേസ് ക്ലാസ് സബ് ക്ലാസ് എന്നൊരു കോൺസെപ്റ്റ് വേണ്ട. ഇപ്പോൾ ക്ലാസ് പേഴ്സൺ എന്ന് പറയുന്നത് ബേസ് ക്ലാസ് ആവണ്ട, ഒരാളും ഇതിനെ ഇൻഹെറിറ്റ് ചെയ്യണ്ട എന്നൊരു സാഹചര്യം ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ആ പർട്ടിക്കുലർ ക്ലാസ്സിൻ്റെ മുന്നിൽ ഫൈനൽ എന്ന കീവേഡ് നമ്മൾ യൂസ് ചെയ്യും. അപ്പോൾ അങ്ങനെ ആവുമ്പോൾ ആ ക്ലാസ്സിനെ നമുക്ക് വേറൊരു ക്ലാസ്സിനും ഇൻഹെറിറ്റ് ചെയ്യാൻ സാധിക്കില്ല. ഇതിനാണ് ഫൈനൽ എന്ന കീവേഡ് ക്ലാസ്സിൻ്റെ മുന്നിൽ യൂസ് ചെയ്യുന്നത്. ഫൈനൽ എന്ന കീവേഡ് ക്ലാസ്സിൻ്റെ മുന്നിൽ യൂസ് ചെയ്യുന്നത്. അതിന് എക്സാമ്പിളാണ് തന്നിരിക്കുന്നത്. ഫൈനൽ ക്ലാസ് പേഴ്സൺ എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ പേഴ്സണിന് കുറച്ച് കാര്യങ്ങളൊക്കെ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് എംപ്ലോയി എക്സ്റ്റെൻസ് പേഴ്സൺ എന്ന് പറഞ്ഞ് നമ്മളൊരു സബ് ക്ലാസ് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് എറർ ജനറേറ്റ് ചെയ്ത് കാണിക്കും. ഓക്കെ, ഇതാണ് ഫൈനൽ കീവേഡ്സ്. ഫൈനൽ കീവേഡ് നമ്മൾ എന്തിനൊക്കെ ഉപയോഗിക്കുന്ന പറഞ്ഞത്, ഫൈനൽ വേരിയബിളിൽ ഉപയോഗിക്കും, ഫൈനൽ മെത്തേഡായിട്ട് യൂസ് ചെയ്യും, അതേപോലെ ഫൈനൽ ക്ലാസ്. ഓക്കെ, ഫൈനൽ വേരിയബിളായിട്ട് യൂസ് ചെയ്യുമ്പോൾ എന്താണ്, അതിനെ മോഡിഫൈ ചെയ്യുന്നത് ഏതെങ്കിലും ഒരു വാല്യൂവിനെ നമുക്ക് ഫൈനൽ ആ പ്രോഗ്രാമിൻ്റെ എൻഡ് വരെ നമുക്ക് ആ വാല്യൂ കോൺസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് കിട്ടണമെങ്കിൽ, അതിന് എന്തെങ്കിലും മോഡിഫിക്കേഷൻ നമ്മൾ ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ അതിനെ പ്രിവെൻറ്റ് ചെയ്യണമെങ്കിൽ വി യൂസ് ഫൈനൽ കീവേഡ് ബിഫോർ വേരിയബിൾ ഡിക്ലറേഷൻ അല്ലെങ്കിൽ ഇൻ ദ ബിഗിനിങ് ഓഫ് വേരിയബിൾ ഡിക്ലറേഷൻ. ഓക്കെ, അതിന് സിൻടാക്സ് എങ്ങനെയായിരുന്നു, ഫൈനൽ ഡാറ്റ ടൈപ്പ് വേരിയബിൾ നെയിം ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ് വാല്യൂ സെമിക്കോളൻ. ഓക്കെ, അതേപോലെ ഫൈനൽ മെത്തേഡ് എന്തായിരുന്നു, വി ഡോണ്ട് വാണ്ട് ടു ഓവർറൈഡ് ദ മെത്തേഡ്, അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, വി യൂസ് ഫൈനൽ കീവേഡ്. ഏതിലെ, ബേസ് ക്ലാസ്സിലെ മെത്തേഡിൻ്റെ മുന്നിൽ നമ്മൾ എന്ത് ചെയ്യും, ഫൈനൽ കീവേഡ് യൂസ് ചെയ്യും. ഫൈനൽ ഡാറ്റ ടൈപ്പ് മെത്തേഡ് നെയിം. ഓക്കെ, മെത്തേഡ് നെയിം വെച്ചിട്ട് നമ്മൾ പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞാൽ ഓവർ റൈഡിങ് എന്ന പ്രശ്നം നമുക്ക് അവോയ്ഡ് ചെയ്യാം. ഓക്കെ, അടുത്തത് ഫൈനൽ ക്ലാസ്. വൈ വി ആർ യൂസിങ് ഫൈനൽ ഇൻ ദ ബിഫോർ ഓഫ് ക്ലാസ് ഡിക്ലറേഷൻ എന്ന് ചോദിച്ചാൽ, വിച്ച് ഹെൽപ്സ് ടു അവോയ്ഡ് ഇൻഹെറിറ്റിംഗ് എ ക്ലാസ് ഫ്രം അതർ ക്ലാസ്സസ്. ഒരു ക്ലാസ്സിനെ നമുക്ക് മറ്റ് ക്ലാസ്സസ് ഇൻഹെറിറ്റ് ചെയ്യുന്നത് നമുക്ക് അവോയ്ഡ് ചെയ്യണമെങ്കിൽ വി ക്യാൻ യൂസ് ഫൈനൽ എന്ന കീവേഡ് ആ ക്ലാസ്സിൻ്റെ മുന്നിൽ നമുക്ക് ഉപയോഗിക്കാം. ഓക്കെ, ഇങ്ങനെയാണ് ഫൈനലിൻ്റെ ഇത് പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്തത് അബ്സ്ട്രാക്റ്റ് ഇതേപോലെ തന്നെ മെത്തേഡ്സും ക്ലാസ്സസും ഉണ്ട്. അബ്സ്ട്രാക്റ്റ് മെത്തേഡ്, അബ്സ്ട്രാക്റ്റ് ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ചില സാഹചര്യങ്ങളിൽ ഓവർ റൈഡ് ചെയ്യണ്ടെങ്കിലും ചിലപ്പോൾ നമുക്ക് എന്ത് വേണ്ടി വരും, ഓവർ റൈഡിങ് കോൺസെപ്റ്റ് വന്നാലും ചില സമയത്ത് നമുക്ക് ബേസ് ക്ലാസ് ഇല്ലാണ്ട് പെർഫോം ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യങ്ങളുണ്ടാവും. വലിയ പ്രോഗ്രാംസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ നമുക്ക് ബേസ് ക്ലാസ് ഒപ്പം വേണ്ടി വരും. അതേപോലെ ഡിറൈവ്ഡ് ക്ലാസ് ഉണ്ടാവണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിനൊരു ബേസ് ക്ലാസ് വേണ്ടേ, പക്ഷേ ആ ബേസ് ക്ലാസ് കൊണ്ട് ഉപയോഗമില്ല. അത് വെറുതെ ഒരു ജനറലൈസ് ചെയ്തിട്ടൊരു ഒരു ഡിക്ലറേഷൻസ് മാത്രം ചെയ്യാണ്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ ആ ക്ലാസ്സിനെ അബ്സ്ട്രാക്റ്റ് ക്ലാസ് ആയിട്ടും അതിനകത്തുള്ള മെത്തേഡ്സിനെ അബ്സ്ട്രാക്റ്റ് മെത്തേഡായിട്ടാണ് ഡിക്ലെയർ ചെയ്യുക. എന്താ വെച്ചെങ്കിൽ ജസ്റ്റ് ആ ക്ലാസ്സിൻ്റെ മുന്നിൽ അബ്സ്ട്രാക്റ്റ് എന്ന കീവേഡ് കൊടുക്കുക, മെത്തേഡിൻ്റെ മുന്നിൽ അബ്സ്ട്രാക്റ്റ് എന്ന മെത്തേഡ് കൊടുക്കുക. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ആ ക്ലാസ് ഒരു ഡമ്മി ബേസ് ക്ലാസ് ആയിരിക്കും. അങ്ങനെ ഒരു ക്ലാസ് ഉണ്ട്, ജസ്റ്റ് ഒരു ഫോർമാലിറ്റിക്ക് ഒരു ക്ലാസ് ഉണ്ടെന്നേ ഉണ്ടാവുള്ളൂ. പക്ഷേ അത് നമുക്ക് യൂസ് ചെയ്യാൻ ഡമ്മി ക്ലാസ് ആയിട്ട് ഉണ്ടാവുന്നേ ഉള്ളൂ. പക്ഷേ അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അതിനകത്തുള്ള പ്രോസസ്സൊന്നും കാര്യമില്ല. നമുക്കൊരു ബേസ് ക്ലാസ്, ഡമ്മി ബേസ് ക്ലാസ്, ചില സാഹചര്യങ്ങളിൽ ലെങ്തി പ്രോഗ്രാം ചെയ്യുമ്പോൾ അങ്ങനത്തെ ഒരു ഡമ്മി സിറ്റുവേഷൻ നമുക്ക് ആവശ്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യും, ഇങ്ങനെ അബ്സ്ട്രാക്റ്റ് എന്ന കീവേഡ് യൂസ് ചെയ്തിട്ട് ചെയ്യും. അബ്സ്ട്രാക്റ്റ് ക്ലാസ് നെയിം എന്നും കൊടുക്കും, അബ്സ്ട്രാക്റ്റ് ഡാറ്റ ടൈപ്പ് മെത്തേഡ് നെയിം. അതിൽ അബ്സ്ട്രാക്റ്റിൻ്റെ ഇതിൽ നമ്മൾ ജസ്റ്റ് ഡിക്ലറേഷൻസ് മാത്രമാണ് ചെയ്യുക, ഒരിക്കലും ഡെഫിനിഷൻ ഉണ്ടായിരിക്കില്ല. അബ്സ്ട്രാക്റ്റ് മെത്തേഡിൽ ഡിക്ലറേഷൻസ് മാത്രമേ പോസിബിൾ ഉള്ളൂ, ഡെഫിനിഷൻ പറ്റില്ല. ഡിക്ലറേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ അബ്സ്ട്രാക്റ്റ് വോയിഡ് ഡിസ്പ്ലേ ഓഫ് സെമിക്കോളൻ, ദിസ് ഇസ് ഡിക്ലറേഷൻ. ഓക്കെ, പക്ഷേ അതിനകത്ത് ബ്രേസസ് ഓപ്പൺ ചെയ്ത് അതിനകത്ത് എന്തെങ്കിലും വർക്ക് പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ അത് ഡെഫിനിഷനായി. ഓക്കെ, അപ്പോൾ ഡെഫിനിഷൻ ഉണ്ടാവില്ല. അതായത് ക്ലാസ്സിൽ നമുക്ക് ഇനീഷ്യേറ്റ് ചെയ്യാൻ പറ്റില്ല, പ്രോസസ്സ് ചെയ്യാൻ പറ്റില്ല, അതിന് മെമ്മറി ഒന്നും അലോക്കേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓരോ മെത്തേഡ്സും എൻഡ് ചെയ്യുമ്പോൾ സെമിക്കോളൻ മസ്റ്റാണ്.
അത് ഡിഫൈൻഡും അൺഡിഫൈൻഡും ആയുള്ള മെത്തേഡ്സ് ഒരു അബ്സ്ട്രാക്ട് ക്ലാസ്സിനകത്ത് ഉണ്ടാവും. അത് അബ്സ്ട്രാക്ട് ക്ലാസ്സിനകത്തുള്ള എല്ലാ മെത്തേഡ്സും അബ്സ്ട്രാക്ട് മെത്തേഡ്സ് ആയിക്കൊള്ളുന്നില്ല. നമുക്ക് വേണ്ടത് മാത്രം അബ്സ്ട്രാക്ട് കീവേഡ് ഇട്ട് കൊടുക്കാം. ഓവർ റൈഡ് ചെയ്യുകയും വേണം, പക്ഷേ ആ മെത്തേഡിനകത്തൊന്നും വേണ്ടേനും, അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ നമുക്ക് അബ്സ്ട്രാക്റ്റ് കൊടുക്കാം. അതല്ലാതെ അബ്സ്ട്രാക്റ്റ് അല്ലാത്ത മെത്തേഡ്സും നമുക്ക് പ്രോഗ്രാമിനകത്ത് കൊടുക്കാം. അബ്സ്ട്രാക്ട് ക്ലാസ്സിനകത്ത് കൊടുക്കാൻ പറ്റും. കൺസ്ട്രക്ടേഴ്സും സ്റ്റാറ്റിക് മെത്തേഡ്സും കനോട്ട് ബി ഡിക്ലെയർഡ് ആസ് അബ്സ്ട്രാക്ട്. കൺസ്ട്രക്ടേഴ്സ് സ്റ്റാറ്റിക് മെമ്പേഴ്സൊക്കെ നമ്മൾ അതിനകത്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ അബ്സ്ട്രാക്റ്റ് ആയിട്ട് കൊടുക്കാൻ സാധിക്കില്ല. ബിക്കോസ് ഇറ്റ് ഈസ് നോട്ട് എ മെമ്പർ ഓഫ്, അതായത് കൺസ്ട്രക്ടേഴ്സ് ഇസ് നോട്ട് എ മെമ്പർ ഓഫ് എ ക്ലാസ്. ഓക്കെ, അതുകൊണ്ട് തന്നെ നമുക്കതിന് അബ്സ്ട്രാക്റ്റ് എന്ന കീവേഡ് ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ സാധിക്കില്ല. ഓക്കെ, ഇങ്ങനെയാണ് അബ്സ്ട്രാക്റ്റിൻ്റെ കാര്യങ്ങൾ. അബ്സ്ട്രാക്റ്റിൻ്റെ ഒരു പ്രോഗ്രാം ഇതിൽ തന്നിട്ടുണ്ട്, നിങ്ങളൊന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ അതിൻ്റെ ഔട്ട്പുട്ട് കിട്ടുമ്പോൾ ഏകദേശം നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും എങ്ങനെയാണ് അതിൻ്റെ വർക്കിംഗ് വരുന്നത്. ഔട്ട്പുട്ടും ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. ഈ ഔട്ട്പുട്ട് കിട്ടുന്നുണ്ടോ എന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. ഓക്കെ, ഇത്രയാണ് ഫൈനൽ കീവേഡും അബ്സ്ട്രാക്ട് മെത്തേഡ്സും. ഇതിലെന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക കേട്ടോ, ചോദിക്കുക എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ.